ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഒരു നോമ്പുതുറ വ്ളോഗ്. നമ്മൾ മക്കളും മരുക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടൊരു നോമ്പുതുറ ഞങ്ങളുടെ വീട്ടിലായിട്ട്, അതായത് എൻ്റെ വീട്ടിലാണ് നോമ്പുതുറ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ പോകും 10 മണി സമയം. വേറെ ആരും എണീച്ചിട്ടില്ല കേട്ടോ. ഉമ്മ ജോലിക്ക് പോയി, അനിയത്തി താത്തിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരും എണീച്ചിട്ടില്ല. ഈ ജെയിനാണെങ്കിൽ 8:30 ആകുമ്പോൾ എണീക്കും. 8:30 ഒരു ടൈം ഉണ്ടെങ്കിൽ ജെയിൻ എണീച്ചിരിക്കും. അപ്പോൾ എനിക്കതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ അത്താഴത്തിന് എണീച്ചിട്ട് ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ കിടക്കുക. ജെയിനൊന്നും എന്താണ് അത്താഴത്തിന് എണീച്ചു ചെയ്തത്. എന്നിട്ട് ഉറങ്ങാനും കുറേ നേരം വൈകി. അല്ലെങ്കിൽ അത്താഴത്തിന് എണീച്ചാലൊന്നും എണീക്കലില്ല. നമ്മൾ എണീച്ചാലും ഉറങ്ങാവും. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ കുറക്ക് പിടിച്ചിരിക്കുക, കുറക്കൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ രാവിലത്തെ ജെയിനിന് എണീച്ചത്, അത് ജെയിൻ എണീച്ച് ജെയിനിൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ജെയിനിന് ഫുഡ് കൊടുക്കണം. ജെയിനിൽ നിന്ന് നേന്ത്രപ്പഴം വാട്ടിയതായിട്ട് കൊടുക്കണം. രാവിലെ ജെയിൻ വേറെ നമ്മൾ കഴിക്കണ ഫുഡൊന്നും കഴിക്കണില്ല. പൈസ എന്താണെന്ന് അറിയില്ല. പിന്നെ അപ്പോൾ ഇന്ന് നോമ്പ് 8-ാം തീയതി അല്ലെന്ന് 7ാമത്തെ നോമ്പാണ്. ഇന്ന് 7ാമത്തെ നോമ്പിലായിട്ട് നമ്മൾ നോമ്പ് തുറണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ കാണാം. ഞാൻ ഓരൊക്കെ എണീക്കട്ടെ. അപ്പോൾ ഞാൻ ഓരൊക്കെ വീഡിയോ കൊണ്ടുവരട്ടെ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വീഡിയോസിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ജെയിനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജെയിനിന് രാവിലെ പഴം വാട്ടിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ 2 സൈഡ് വാട്ടിയതിന് ശേഷം ജെയിനിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നല്ല കാലാവസ്ഥ ചൂട് തുടങ്ങുന്ന രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ജെയിനിന് ഫുഡ് കൊടുത്ത് ഓരോ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം പിന്നെ ബാക്കി പണിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാനും താത്തി അനിയത്തിയും പിന്നെ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഓരും കൂടി ഇടയിൽ നോക്കണമെന്നുണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടുക്കളയ്ക്ക്. ജെയിനും ഉറങ്ങി ഗൈസ്. നിങ്ങൾ ഓരോ പണിയായിട്ട് തീർക്കട്ടെ കേട്ടോ. അവിടെ ചിക്കൻ കട്ട് ചെയ്യണേ. മുന്തിരി ജ്യൂസിനുള്ള മുന്തിരിയാണ് ഗൈസ്. പിന്നെ ഞാൻ ഓരോ പണി എടുക്കട്ടെ കേട്ടോ. പാത്തും ഇവിടെ ഇരിക്കുന്നുണ്ട്. പാത്തു പിന്നെ ആ നേരത്തെ ഉറങ്ങാത്തോണ്ട് തന്നെ അവൾക്ക് കുറച്ച് പഴക്ക് കൊടുത്തിട്ട് അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ നേരെ പോയിട്ട് പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി കരിയാണ്. അങ്ങനെ 2 ഡിഷും ക്യാപ്സിക്കും ആണ്. നമ്മൾ പോക്കറ്റ് ഷവർമയും പിന്നെ ഇറാനി പോളായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ക്യാപ്സിക്കും ഉള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയിനിന്റെ ഉറക്കം കഴിഞ്ഞ് ജെയിനും എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി, അതായത് ക്യാരറ്റ് സംഭവങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്ന അനിയത്തിയാണ്. നമ്മൾ മൊത്തത്തിൽ 4 പലഹാരം ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 2 എരിവുള്ള ഐറ്റംസ്, 2 മധുരമുള്ള ഐറ്റംസ്. അപ്പോൾ എരിവുള്ള ഐറ്റംസിൽ 2 എണ്ണത്തിലും ചിക്കൻ വേണം. പിന്നെ പോരാത്തിന് നമ്മൾ മെയിൻ കോഴ്സായി കഴിക്കണം ബിരിയാണിക്ക് കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് ഒരൊറ്റ ട്രിപ്പിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ എല്ലാ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ് അങ്ങനെ എല്ലാതും. പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മയണൈസ് അടിച്ചിട്ടുണ്ടായിരുന്നത് പുഴുങ്ങി മുട്ട വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ അനിയത്തി പോയിട്ട് മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി ജ്യൂസ് മാത്രമല്ല കേട്ടോ, നമ്മൾ ലൈമും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളത്തിനാണല്ലോ നോമ്പ് തുറക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ താത്ത അവിടെ നിന്ന് എന്തൊക്കെ തേങ്ങ ചിരകി അരക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പണിക്ക് നിന്നു കേട്ടോ. ഈ വോയിസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ജെയിനിൻ്റെ സൗണ്ട് കേൾക്കണം. കാരണം ജെയിനിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് കുറേ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൗണ്ട് ഉണ്ടായിക്കോട്ടെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇറാനി പോളക്കുള്ള മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പഴനിറവിനുള്ള സംഭവം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ബ്രെഡ് പോക്കറ്റ് ഷവർമ, പിന്നെ ഇറാനി പോള, പിന്നെ പഴം നിറച്ചതും, പിന്നെ ഒരു ഈത്തപ്പഴം തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. സംഭവം മധുരത്തിന്റെ പലഹാരം ഉണ്ടാക്കേണ്ടില്ലെന്ന് പിന്നെ നമുക്ക് തോന്നി. കാരണം നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് അധികം മധുരമുള്ള പലഹാരങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ ഇറാനി പോളയും ബ്രെഡ് പോക്കറ്റ് ഷവർമയില്ല അതും കൂടി കഴിച്ചപ്പോൾ അത്യാവശ്യം വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചതിൽ മധുരം കുറവായിരുന്നു. അത് നമ്മൾ പിന്നെ ബിരിയാണി കഴിച്ചപ്പോൾ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നല്ല ഫുഡൊക്കെ അടിച്ച് കയറ്റി പിന്നെ എല്ലാവരും നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷം 8 മണി 8:30 ആയപ്പോഴാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി നമ്മൾ ഫ്രൈ പാൻ കിച്ചണിന്റെ ബീഫ് ബിരിയാണി ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഒന്നും, പക്ഷെ നമ്മൾ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ കഴിച്ച് വയറ് നിറച്ചോണ്ടേ നമുക്ക് ആർക്കും അത് വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ അവസാനം അത്താഴത്തിനൊക്കെ ചൂടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ പിന്നെ സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പുതുറ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ലോങ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ കുട്ടികളെ നോക്കണം, അതിൻ്റെ ഇടയിൽ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കണം, അതൊക്കെയാണ് കേട്ടോ. ഒരു 2 എരിവുള്ള ഐറ്റംസും 2 മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ്, അതായത് ബിരിയാണി നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ പറയാം. പിന്നെ അപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ സ്റ്റേ ആണ് കേട്ടോ. താത്താൻ്റെ ഹസ്ബൻഡും അനിയത്തിൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളെല്ലാവരും ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ പ്ലാൻ ചെയ്തൊന്നല്ല, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ നിൽക്കാൻ നാളെ ഞായറാഴ്ചയിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റേ ആക്കിയാട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലിട്ട് ഐറ്റംസ് എന്താ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് കേട്ടോ. ഇനി ഒരു വന്നിട്ട് നമ്മൾ ഉറങ്ങും. അത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇവിടെ എല്ലാം പായി വെച്ചിരിക്കുന്നു ഗായ്സ്. നമ്മളിങ്ങനെയാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കിടക്കുക. സംഭവം നമ്മൾ വീട്ടിൽ 2 റൂമുള്ളൂ, 3 മക്കളാണ്. അപ്പോൾ പിന്നെ എവിടെയും കിടക്കാൻ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി ഒരു വരുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അതുകൊണ്ട് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വ്ളോഗ് ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ വ്ളോഗ് എൻഡ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഓരൊക്കെ അവിടെ അത്താഴത്തിനുള്ള താളിപ്പിനുള്ള മുരിങ്ങൻ്റെ ഇല ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.